ഹലോ ഗൈസ്, ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയുടെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് കേൾക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്റെ വയറ്റിൽ എത്ര പേരാന്ന് പറയാം പുറത്തേക്ക് സമൃദ്ധി വരെ കുത്തി തിന്നാൻ വേണ്ടി കഴുകന്മാര് നിക്കണവരെ കുറെ കഴുകന്മാര് നമ്മളെ ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനോ പോലും പറ്റാത്ത മറുപടിയായിട്ടാണ് നമുക്ക് എതിരിട്ടത്. അത് കുഴപ്പമില്ല, നമ്മൾ അനുഭവിക്കാതെ കഷ്ടം പാവം. കഴുകിനെ പോലെ കൊത്തിപ്പറിക്കാൻ ആൾക്കാർ കാത്തു നിൽക്കുന്നിടത്തേക്ക് അവർ രണ്ടും വരികയാണ്. സുഹൃത്തുക്കളെ, വരികയാണ്. തുടങ്ങൂ. ചക്കക്കുഴി വായിക്കാത്തിട്ടുണ്ട്, ഏതാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏകദേശമൊക്കെ ഒത്തു കേട്ടാ. ഇപ്പോഴത്തെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. ഇടയ്ക്കിടയ്ക്കുള്ള ആ ഹൈപ്പ്, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടുള്ള ആ ഹൈപ്പ്, അത് ഭയങ്കരമാണ്. അത് സൂപ്പറാണ് കാണാനായിട്ട്. അതുൽ ബ്ലോഗിനെ എടുത്ത് വെച്ച് കൊടുത്തില്ല. എടാ അതുലെ, നിനക്ക് ഇത് തന്നെ പരിപാടിയല്ല. ആർക്കിട്ട് നീ താങ്ങിയാലും അവർ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അതുൽ ബ്ലോഗാണ് ഇവർ ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി. ബ്ലോഗിനെയാണോ നീ പറഞ്ഞത്, അതേ മക്കളെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം 19 മിനിറ്റ് ഉണ്ട്. എന്തായാലും വിചാരിച്ചതുപോലെ എല്ലാം പ്ലാൻ പടി സൂപ്പർ സൂപ്പർ സൂപ്പർ. മക്കൾ അപ്പുറത്തിടുന്നു, അമ്മച്ചി ഇപ്പുറത്തിടുന്നു. ആകെ മൊത്തം 1 lakh എബോവ് വ്യൂസ്. നോ വ്യൂസ് അറ്റ് ആൾ ആയി കിടന്ന ഒരു ചാനലിലേക്ക് ഇടിച്ച് കുത്തി കയറി വ്യൂസ്. പിന്നെ കുഞ്ഞനും അപ്പുറത്തിരുന്നുകൊണ്ടൊരു കുഞ്ഞിടുന്നു, പൊന്നൂനും ഇപ്പുറത്തിരുന്നുകൊണ്ടൊരു പൊന്നിടുന്നു. ആകെ മൊത്തം കൊള്ളാടി. നല്ല ഫാമിലി, സൂപ്പർ ഫാമിലി. കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളായി, എന്നിട്ട് അവരെ ഇട്ടെറിഞ്ഞു പോണു. അതിനൊന്നും പരാതിയില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമല്ല. അപ്പൊ പക്വത വരാത്ത കുട്ടികൾ. നമ്മുടെ അടുത്തൊരു ടീച്ചറിന്റെ ഉണ്ട്. നമ്മളെ ടീച്ചറാണ്. ഒത്തിരി അത്രയും വിദ്യാഭ്യാസമുള്ള ടീച്ചർ. ആള് ഡോസ് ചെയ്തവർക്ക് കല്യാണം 19 വർഷം കഴിഞ്ഞിട്ടാ. എന്തൊരു മാച്ചിങ്ങാ. പിള്ളേരെ പഠിക്കാൻ വിടാതിരുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുള്ളിക്കാരത്തി പറഞ്ഞതാ കറക്റ്റ്. പഠിക്കാൻ വിട്ട ആ ടീച്ചറിനെ പോലെ കല്യാണം കഴിക്കാൻ നിന്ന് പോവും. കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിക്കാനല്ലേ വളർത്തുന്നത്. നമ്മളത്രയും ചിന്തിച്ചോ? അവർക്ക് ആ ബോധം ഉണ്ടായിരുന്നു. അതാണ്, നിങ്ങൾക്ക് ബോധമില്ല. അതാണ്. എൻ്റെ പൊന്നു തള്ളേ, എൻ്റെ പൊന്നു തന്തേ, രണ്ടിനും ഒരല്പം വിവരം, ഒരല്പം ബുദ്ധി ഉണ്ടായിരുന്നേ. മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. എന്തൊരു തള്ളായി തള്ളുന്നു. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട്. മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ടത് മൊത്തം കേട്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ആകെ മൊത്തം ഈ ഉടായ്പ ഫാമിലി പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ അവർക്ക് അവരുടെ മക്കളിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിഭീകരമായ അവഗണനയായിരുന്നു. കൂട്ടരെ, അവഗണനയായിരുന്നു. മക്കൾ ഇതുപോലെ പോയി വസ്തുക്കൾക്ക് വന്ന് കണക്ക് പറയത്തില്ല. അന്തസ്സായിട്ട് പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥയിൽ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ വന്ന് ഈ കണക്ക് പറയത്തില്ല. അതാണ് മക്കളെ പഠിപ്പിച്ചുകൊണ്ടെന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ പോകുന്ന മക്കളൊക്കെ കണക്കൊക്കെ പറയുന്നുണ്ടാവും, അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടിനും ബാധമില്ല. പിന്നെ മക്കൾക്ക് എത്ര വരാൻ? വിദ്യാഭ്യാസം ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ആവശ്യമുള്ള ആവശ്യമാണ്. ഇനി ഞാൻ അഹങ്കാരത്തിൽ പറയും, ഞാൻ നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യയാണ്. മനസ്സിലായോ? ആ കാര്യത്തിൽ യാതൊരു മാറ്റവും. നിങ്ങൾ എന്തൊക്കെ കൊല വെള്ളി വലിച്ചാലും എന്നിലെ അമ്മ ഞാൻ നല്ലവണ്ണം. അതോടെ ഞാൻ 4 പ്രസവിച്ചു. അതാണ് പോയിന്റ്. അമ്മച്ചി 4 പെറ്റു. അങ്ങനെ അവർ 4 പെറ്റു എന്നുള്ളതല്ലേ തെളിവ്. 4 പെറ്റ അമ്മയാ. പിന്നെന്താ? 1 പെറ്റാലും അമ്മ തന്നെ, 4 പെറ്റാലും അമ്മയാ. നല്ലൊരു അമ്മയാണോന്ന് ചോദിച്ചാൽ 4 പെറ്റു. അതാണ് അമ്മയുടെ ആ ഡെഫിനിഷൻ. പ്രസവിക്കുന്നത് എല്ലാവരും പ്രസവിക്കാറുണ്ട്, ഒത്തിരി പേരൊക്കെ പ്രസവിക്കാറുണ്ട്. നല്ലപോലെ അന്തസ്സായിട്ട് വളർത്തിയാൽ അതിന് നല്ല അമ്മ എന്ന് പറയും. വളർപ്പ് ദോഷമാണ് മക്കൾ തന്തേന്നുള്ള അനുസരിക്കുക ഇതുപോലെ ഇറങ്ങി ഓടുന്നത്. മക്കളെ അല്ല, തന്തേന്നുള്ളതെന്ന് തന്നെ പറയുക. അല്ലടി മോളെ, എൻ്റെ ഒരു മോള് ഓടി, രണ്ടാമത്തൊന്നും അതേ പാതയെ പോയി എന്ന് പറയുമ്പോൾ അതും വൈറലാക്കിക്കൊണ്ട് വന്നിരുന്ന് വായ്ത്താളം അടിക്കുന്ന എൻ്റെ ഒരു കൊലിക്കട്ടി ഉണ്ടല്ലോ, കാണ്ടാമൃഗം മാറി നിൽക്കും. ഇത്തവണത്തെ അവാർഡ് അനക്ക, തൊലിക്കട്ടിക്കുള്ള അവാർഡ്. അമ്മാതിരി ഉണ്ട് എൻ്റെ തൊലിക്കട്ടി. സമ്മതിച്ചേട്ട, മോളെ ഓടിപ്പോയി. ക്യാപ്ഷൻ കണ്ടന്റ്: എൻ്റെ സ്വന്തം മകൾ എന്നെ പറ്റി ഓടിപ്പോയി. ഒരു വട്ടം ഓടിപ്പോവും. എപ്പോഴും ഈ ശിക്കാരി ശംഭു വേലയും കൊണ്ട് വരരുത്.
പൊട്ടമാവയെ കല്ലെറിയുന്നതാണോ കൊള്ളര് എറിച്ചില്ല, കിട്ടിയാ കിട്ടി. ഇപ്പൊ കിട്ടി ഏകദേശം, അതാ മനസ്സിലായത്. അത് നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ 4 പ്രസവിച്ചത്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ചോറിയപ്പോ നമുക്ക് 10 അങ്ങോട്ട് ചോറിയാൽ അറിയാം, എല്ലാ ഭരണിപ്പാട്ടും എല്ലാം അറിയാം, മനസ്സിലാക്കിയോള്. നമ്മളിതൊക്കെ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇതിൽ ജീവിച്ചു വരുന്നവരാണ്. നിങ്ങളെ കുറച്ച് അറിയാഞ്ഞിട്ടല്ല. ആ ഈ ശരി, ഇപ്പൊ ബാക്കിയുള്ളവരാണ് തറ. അല്ല അല്ല ചേട്ടത്തി, നിങ്ങളെ കൊച്ചല്ലേ ഓടിച്ചോടിയത്? നമ്മളെ കുട്ടികളാണോ? നിങ്ങളെ മോളല്ലേ മൂത്തോള് കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ട് ഏതോ ഒരുത്തനോട് ഇറങ്ങി അങ്ങോട്ട് പോയത്? അവ ഇറങ്ങിപ്പോയെങ്കിൽ അന്തസ്സുള്ളവരാണെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല, കുറച്ചൊക്കെ ഒരു ഡിമാൻഡ് ഇട്ട് നിൽക്കും. നിങ്ങൾ എന്നെ ഇത് വല്ല ആയത്താളവും പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കയറ്റി ഓളെ പ്രസവവും എടുത്ത് ഓക്ക് കൊച്ചിനെയും കൊടുത്ത ശേഷം ഓളെ പിന്നെ ഇറക്കി വിട്ട്. നിങ്ങളാണോ കൂറത്തറ? അതെ, നിങ്ങളെ വെച്ച് പറയുന്ന ഞങ്ങളൊക്കെയാണോ കൂറത്തറ? എന്തുട്ടാ ഇത്? അയ്യേ. പിന്നെ ഭരണിപ്പാട്ട്, അനക്കിനി അതിൻ്റെ ഒരു ശോഭകേടും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാം തെവഞ്ഞിരിക്കുകയാണ്. നീ ഭരണിപ്പാട്ടും കൂടെ പറഞ്ഞാൽ പൂർത്തിയായി. ബാക്കി എല്ലാം ഏകദേശം ലെവലിലാണ്, ആ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. വേണ്ട. ആരാടാ യൂട്യൂബേഴ്സ് ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കണത്? വിഷമാവത്തില്ലേ? ഒരു അമ്മയുടെ പ്രാണവേദന നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? അല്ല, അവൻ പറഞ്ഞതിന് ശരിയുണ്ടല്ലോ. അനക്ക് കോളടിച്ചില്ലേ? 2 എണ്ണത്തിനും കെട്ടിച്ചു കൊടുക്കാതെ ഇറങ്ങിപ്പോയില്ലേ? കെട്ടിച്ചു കൊടുത്തിട്ട് എന്തല്ല, അടുക്കള കാണണം, മറ്റത് കണ്ടം, മറിച്ചത് കണ്ടം, ചോറും കറി സാധനം, അടുക്കള അവിറ്റത് മറിച്ച എന്തെല്ലാം ചടങ്ങുകളാണ്. ഒരു കാര്യം അറിയേണ്ടത്, ആ ഇറങ്ങിപ്പോയി. പ്രീക്ക് 2 മരുമക്കൾ വന്ന് കയറി. പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണ്ട. എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആ ചിലവ് അതും ഇല്ല. പഠിപ്പിച്ചും കൊടുക്കണ്ട, കെട്ടിച്ചും കൊടുക്കണ്ട, മൊത്തത്തിൽ ഫ്രീ ലാഭമല്ലേ? അതാര് പറഞ്ഞാലും കറക്റ്റ് അല്ല. അതിനെന്തിനാ ഞങ്ങൾക്ക് ദേഷ്യം വന്നേ? നോക്കിക്കോ, എല്ലാം നോക്കിക്കോ. ഇതൊക്കെ നമുക്ക് അതാ പറയണത്, അവനാന്റെ മുറ്റത്ത് വരുമ്പോഴാണ് ഇതൊക്കെ. പിന്നെ അമ്മേനെ തന്നെ 2 വർഷം എന്ന് പറയും. വേറൊരു കാര്യമുണ്ട്, അവനവന്റെ വീട്ടിൽ നടക്കുന്ന അവനവന്റെ വീട്ടിനകത്ത് പൊത്തി വെച്ച് ആരും പറയത്തില്ല. നാട്ടുകാരുടെ അടുത്ത് എടുത്തിട്ടിട്ട് ഞാൻ ദാ ബാത്റൂമിൽ പോണേ, ഞാൻ ദാ ഇവളുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പോണേ, ഞാൻ ദാ സാരി മാറാൻ പോണേന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടാ ഏതാ സാരിക്ക് അകത്തിട്ടിരിക്കുന്നത് എന്തെന്നൊക്കെ ആളുകൾ ചോദിക്കും. സ്വാഭാവികല്ലേ? ഇത് നമ്മൾ കാണിക്കാൻ പോയിട്ടല്ലേ മിണ്ടാണ്ടിരുന്ന ആരെങ്കിലും ചോദിക്കൂ? ഇതൊക്കെ കാണിച്ചതും പോരാ, ആളുകൾ പറയുമ്പോഴത്തേക്ക് ഉടനെ നൊന്തൂന്നു വാടുന്നു. അച്ഛനമ്മയ്ക്ക് കണക്ക് പറയാൻ പാടില്ല. അതാണ് അച്ഛനമ്മ കണക്ക് പറഞ്ഞു, കണക്ക് ചോദിച്ച കണക്ക് പറയണ്ട. ഇത് മക്കൾ തമ്മിലുള്ള അടിയാ. ഇത് അവർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതാ, മനസ്സിലായേ? അങ്ങനെയൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടായാലേ ഇവിടെയും കുറച്ച് കിട്ടും. ഇവിടുന്ന് എന്ത് പറയണമെന്ന് കേട്ട് അപ്പുറത്തും പോയി എന്തും കിട്ടില്ല. പ്രവീൺ പ്രണവ് ചാനലില്ലേ, അതിന്റെ കോപ്പി അടിയാ. ഇവിടെ എന്ത് പറയണമെന്ന് കേൾക്കുക, ഉടനെ അപ്പുറത്ത് കുറെ പേര് പോവാ. അപ്പൊ അവിടെ എന്ത് പറയണമെന്ന് കേൾക്കുക, ഉടനെ ഇപ്പുറത്തോട്ട് വരിക. അവർ വലിയ വീടൊക്കെ വാങ്ങി. പ്രണവ് ചാനലുകാരെന്തെന്നറിയാം, 2 കൂടെ അടിച്ച് പിരിഞ്ഞിട്ട് ഇവൻ വണ്ടി വാങ്ങിക്കുന്നു, അവൻ വീട് വാങ്ങിക്കുന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കുന്ന കുറെ മന്ദബുദ്ധികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവിടെ എന്ത് നടക്കുന്നു? ഓടി അങ്ങോട്ട് ഇല്ലും. അവൾ ഇന്ന് മരുമോളെ കുറ്റം പറഞ്ഞു, കൊള്ളാടേ മരുമോളെ കുറ്റം പറഞ്ഞു. ഒരു പറ്റം മരുമക്കളുടെ കുറ്റം കേൾക്കാനിരിക്കുന്ന അമ്മായിമാർ അവരെ പക്ഷത്ത്, ഇപ്പുറത്തെന്താണ് ഒരു പറ്റം അമ്മായിയമ്മമാരെ കുറ്റം പറയാതിരിക്കുന്നത് ഇപ്പുറത്തെ പക്ഷത്ത്. കുറച്ച് യങ്സ്റ്റേഴ്സ് ഇവിടെ, കുറച്ച് ബൈജു മിനീസ് അപ്പുറത്ത്, എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പുറം ഇപ്പുറം വ്യൂ കൊടുക്കുന്നു. അവർ കാറ് വാങ്ങിക്കുന്നു, ഇവർ വീട് വാങ്ങിക്കുന്നു. അത് തന്നെയാണ് നടക്കുന്നത്. നീ അമ്മയായിട്ടില്ലല്ലോ, നീ ഒരു കുട്ടീനെ പുറത്തൊക്കെ കറങ്ങി വന്ന് ഫുഡ് അടിച്ച് ഏപ്പൊക്കെ ഇട്ടിട്ട് മേശപ്പുറത്ത് ഇരുന്നിട്ട്. ഇത് ഹെൽനോ പാട്ടേ ആയിരിക്കും. പാട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. പാട്ടേ ആയിരിക്കാനാണ് ചാൻസ്, അറിയില്ല. വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക, എന്താ വെച്ചാൽ അതിനൊക്കെ ഒരു പണിയുണ്ട്. ഇതിപ്പോ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തോ, പക്ഷെ ഞാൻ കാര്യം വേണം. കണക്ക് പറഞ്ഞു അച്ഛനാണ് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച പരീക്ഷ കഴിഞ്ഞാൽ മതിയാ. അതൊരു പോയിന്റ്, അതെനിക്കുള്ള ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയും അതിനകത്ത്. മക്കള് പഠിക്കൂലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പഠന വൈകല്യം എന്നും പറഞ്ഞോണ്ടല്ലേ അവിടെ ഒരുത്തി കാണിക്കുന്നില്ലേ? അതുപോലെ കാണിച്ച് കാശുണ്ടാക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഫാഷൻ. മക്കൾക്ക് പഠിക്കാൻ അറിഞ്ഞൂടാന്ന് മക്കൾ പറയണം, നാളെ സ്കൂളിൽ പോകില്ല എന്ന് പറയണം. കൊച്ചുങ്ങളെ സ്കൂളിൽ വിടരുത്, അവരെ വെച്ച് യൂട്യൂബ് തുടങ്ങി കാശുണ്ടാക്കണം. അങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കൂലെന്ന് തന്നെ അല്ല പൊട്ടിക്കും. ഞാൻ മാരിയൊക്കെ ഇരുന്ന് പഠിക്കാൻ പറയും, അവരോട് കാര്യം പറഞ്ഞു കൊടുക്കും. അതാണ് ലൈഫ് എന്ന് പറഞ്ഞു കൊടുക്കും. ഫ്യൂച്ചറിൽ പഠിത്തമുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ
നല്ലൊരു ജോലി, ഇതൊക്കെ ഓരോ പേരൻസ് സ്വപ്നം കാണുന്ന കാര്യവും. അത് നിങ്ങൾ നല്ല പേരൻസ് ആണോ അല്ലെന്ന് അതിനകത്ത് തന്നെ ഉണ്ട്. മക്കൾ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി പരീക്ഷ എഴുതാൻ പറ്റും? അതിന് നിങ്ങളുടെ തലയിൽ വല്ലതും വേണ്ടേ? മണ്ടേ മസാല ഉള്ളവർ ചോദിച്ചാലും വേണ്ടിയില്ല. നിങ്ങളുടെ തലയിൽ എന്തൊരു മസാല ഇരുന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുക? എന്തരടേ ചാ ഇപ്പൊ നിങ്ങൾ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് തല്ലാൻ പോണേതിന്? കൊച്ചു പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് രണ്ട് പൊട്ടിക്കണ്ടേ? കൊച്ചു പഠിച്ച് വല്ലതുമല്ലേ എത്തിയാലല്ലേ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾ കൊച്ചു എങ്ങനെ ജീവിക്കും എന്നും ഇപ്പം നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? എന്നും കൊച്ചുങ്ങൾ ബ്യൂട്ടി പാർലർ നടത്തിയാൽ മതിയാ? നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു നല്ല പൊസിഷനിൽ ആ കുട്ടികളെ എത്തിക്കണം നിങ്ങൾക്ക് തോന്നാത്തത് കഷ്ടം തന്നെ. എന്നിട്ട് ഒരു ചളിപ്പും ഇല്ലാണ്ടിരുന്നിട്ട് മക്കൾക്ക് പഠിക്കാൻ വയ്യായിരുന്നു. അതങ്ങനെ നിങ്ങൾക്ക് ചോറും കറി ഉണ്ടാക്കി കളിയല്ലേ? നിങ്ങൾ പഠിച്ചായിരുന്നാ? നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ആ കൊച്ചുങ്ങൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്തേരാം. കൊച്ചുങ്ങൾ പഠിച്ചില്ലെങ്കിൽ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കണം. നീ തോറ്റു എന്ന് തന്നെ വെക്കുക. 2 വട്ടം തോക്കട്ടെ, 3 വട്ടം തോക്കട്ടെ, വീണ്ടും പഠിപ്പിക്കണം. അപ്പം മനസ്സിലാവും തോറ്റാലും എന്നെ പഠിപ്പിക്കും, ഒരു രക്ഷയില്ല, എങ്ങനെയല്ലേ എഴുതി ജയിച്ചേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിക്കണം. കൊച്ചുങ്ങൾ അങ്ങനെ പല കോലം കാണിക്കും. അത് നിങ്ങൾ ചോറ് വേണ്ടാന്ന് പറയും, അതുകൊണ്ട് നിങ്ങൾ ചാപ്പാട് കൊടുക്കൂലേ? പട്ടിണി കിടത്തി കൊല്ലുവോ? അങ്ങനെയല്ലല്ല, നമ്മൾ നിർബന്ധിച്ച് കൊടുക്കൂലേ? ചിലത് അങ്ങനെയാണ്, കൊച്ചുങ്ങൾക്ക് നിർബന്ധം പിടിച്ചാലേ പറ്റുള്ളൂ. അതിൽ നിങ്ങളുടെ മക്കളിൽ ഏത് മക്കളാണ് ഞാൻ ഇതാ സ്കൂളിൽ പോണേന്ന് പറഞ്ഞുകൊണ്ട് പോയത്? ഇപ്പോഴുള്ള പോകുന്ന കുട്ടികളും അങ്ങനെയല്ലേ, പോകാൻ മടിച്ചിട്ട് തന്നെയല്ലേ പോകുന്നത്? പഠിക്കാൻ ചേർത്തി എന്റെ ഗൂഗിൾ പേ ചേർത്തി ആളുടെ ഫോണിൽ എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ഇത്ര രൂപ അടയ്ക്കണം, അടയ്ക്കട്ടെ, അടച്ചോ. ഇത്ര രൂപ ബുക്കിന് അടയ്ക്കണം, അടച്ചോ. ഈ അടയ്ക്കണത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതും കാര്യങ്ങളും ഞാൻ ചോദിക്കും. ഇതിന് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും പറ്റുള്ളൂ. അത് ന്യായം. അനക്ക് ഇത്ര പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ന്യായം. അത് നമ്മൾ സമ്മതിച്ചു. മീനാ പിടക്കാൻ ഈ 4 മക്കളെ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആ ഒരാൾക്ക് വേണ്ടി നിലപ്പകാലം മുഴുവൻ ആർസിസിനുള്ളിലായിരുന്നു ജീവിതം. ആർസിസിനുള്ളിൽ കിടന്നവർക്ക് അവസ്ഥ കാശിനല്ല കണക്ക്. നമ്മൾ ചെയ്യുന്നത് നോക്കേണ്ട കടമ ജനിപ്പിച്ച നോക്കേണ്ട കടമ ഉണ്ട്. അവര് ഏത് മക്കള് ചെയ്യണതായിട്ട് തോന്നിയാൽ എനിക്ക് പറയാം. ഒരു കുട്ടിക്ക് നോക്കിയിട്ടോ പിടിച്ചിട്ടോ സ്മരിച്ചില്ലാത്ത എനിക്ക് എന്ത് വേണമെങ്കിൽ എന്ത് പറയാം. അതൊരു അമ്മയാവുമ്പോ അതിന്റെ അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു അച്ഛനാവുമ്പോ. ഇപ്പൊ പറഞ്ഞു ഞാൻ തിന്നാൻ കൊടുത്തിട്ടില്ല, ഡ്രസ് മേടിച്ചു ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുക. അപ്പൊ ഇത്ര നേരം നമ്മള് ഈ യൂട്യൂബിന്റെ ഉള്ളിൽ അത് ചിരിച്ച് ഉമ്മയച്ചതൊക്കെ കള്ളത്തലായിരുന്ന ദുഷ്ടത്തെ അമ്മയ്ക്കാണ്. ഈ ഉമ്മയച്ചു നെറ്റ് പിടിച്ച് ഫുഡ് ഞങ്ങൾ കൂടെ കഴിക്കാൻ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ടല്ലോ, ഒക്കെ കള്ളത്തലായിരുന്നു. എനിക്കറിയാം. ഞാൻ അവിടെ ഒരാൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാറില്ല, എല്ലാവരും കൂടി ഇല്ല. ഇപ്പൊ പൊന്നു ഷെബി കക്കാട് സംസാരിച്ചു ഞങ്ങളോട് രാവിലെ അതിന് അവർക്കുള്ളത് കൂടി അവർ വന്ന് കഴിച്ചില്ല. ഞാൻ പിറ്റേ ദിവസം തളപ്പിച്ചു. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം കൂടി നമ്മളിവിടെ ഉണ്ടാക്കും. ഒരാൾ പറയും. അപ്പൊ എന്നോട് പറഞ്ഞ പല കമ്പനിയും എല്ലാം തീറ്റിച്ച് പഠിക്കും മക്കളുണ്ട്, എല്ലാം തീറ്റിച്ചു അവരുടെ ഇഷ്ടത്തിനുണ്ടാക്കും. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. ഇപ്പോഴും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇന്നലെ പോയിട്ട് തൈര് മേടിച്ചോണ്ടിരുന്നത് ഞാൻ കഷ്ടോടി കുഞ്ഞി, നീ അങ്ങ് ചെല്ല്. അമ്മച്ചി തൈരൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങളാരും ഒന്നും പറയത്തില്ല. പിറ്റേന്ന് തന്നെ അങ്ങ് ചെല്ലണം. അമ്മ കരയല്ലേ, നാളെ രാവിലെ തന്നെ അങ്ങ് ചെല്ലണം. അപ്പൊ ഈ പേപ്പട്ടി ഷോ ഒരുപാട് നേരം നമ്മൾ കാണണ്ടല്ല. നിങ്ങളങ്ങ് ചെല്ല്, അത് കാണാനും വരും കുറെ മൂരാച്ചികൾ വായി നോക്കി വന്നിരിക്കും. ശരി ശരി. അനുഭവിച്ചു വന്ന ജീവിതം 26 വർഷത്തിനോട് നിങ്ങൾ അനുഭവിച്ചെങ്കിലും പുറലോകത്ത് ചിരിച്ചിട്ട് എന്നെ നിന്നിട്ട് ആദ്യം പറഞ്ഞു നീ ഒന്നും കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഒരു വസ്തു മനസ്സിലായി. ഞാൻ 2 നില വീട്ടിലാണ് ജീവിക്കുന്നത്. കോടീശ്വരിയാണ്. എന്റെ കോടി ഗ്ലാസ് ഇതാണ് ഞാൻ പറയുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ 2 ലക്ഷം രൂപയുടെ കാര്യം സർജറി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടായിട്ടാവില്ല. അത് ഇവിടുത്തെ കടം പിടിച്ചിട്ട് എന്തായാലും നമ്മൾ ചെയ്യാൻ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 1998 ഞങ്ങൾ കല്യാണം കഴിച്ചത്. അവിടെ ഹെൽപ്പറായിട്ട് ഒരു വണ്ടിയുടെ ഹെൽപ്പറായിട്ട് പോവായിരുന്നു. അപ്പൊ എത്രത്തോളം സാലറി ഉണ്ടെന്ന് ആലോചിച്ചാൽ കല്യാണം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായി പോയപ്പോ എനിക്ക് അച്ഛനില്ല. എനിക്ക് അമ്മ ഒരു അനിയത്തി ഉണ്ടായിരുന്നു വീട്ടിൽ.
രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു പയ്യാര നമുക്ക് കേൾക്കണ്ട, സ്കിപ്പ് ചെയ്യാം. കുട്ടികൾ ഉണ്ടാവാനുള്ള ചെലവ് ചെലവെന്ന് വെച്ചാൽ കാശ് ചെലവ് തന്നെയാണ്. അത് കുട്ടി മരിക്കും 4 വർഷം കഴിഞ്ഞ് ദൈവം ഒരു കുട്ടി. ഇതൊക്കെ പയ്യാരമാണ്. ഈ പയ്യാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കൊച്ചുങ്ങളെ നോക്കിയ കഥ, കൊച്ചുങ്ങൾക്ക് അസുഖം വന്നപ്പോൾ കെയർ ചെയ്ത കഥ, കൊച്ചുങ്ങളെ പറ്റിയുള്ള അങ്ങനെ കുറേ അധികം കഥകൾ. അതായത് കൊച്ചിന് പനി വന്നു, കൊച്ചിന് ന്യൂമോണിയ വന്നു, ആ കൊച്ചിന് ക്യാൻസർ വന്നു, അതിനെ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി ഇതിന് ഇത് വന്നു, അതിന് അത് വന്നു, ഇത് വന്നു, മൊത്തത്തിൽ 10 സർജറി വരെ ഉണ്ട് കഥയില. ആകെ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ് കുഴപ്പം ഗായ്സ്, നമ്മളാണ് പ്രശ്നക്കാർ. പുള്ളിക്കാരത്തി പറയണത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി യൂട്യൂബേഴ്സാണ് കുഴപ്പം. എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് പ്രശ്നക്കാരായി നിങ്ങൾക്ക് മനസ്സിലായോ? അവരൊരു കള്ളത്തരം ഒപ്പിച്ചുകൊണ്ടൊന്ന് നിങ്ങൾ പൊളിച്ചില്ലേ? ഈ യൂട്യൂബേഴ്സിന് വേറെ കണ്ടന്റ് ഇല്ലാണ്ടാണോ ഇവിടെ എന്തോരം കണ്ടന്റ് കിടക്കണത്? ഇതൊക്കെ വിട്ടിട്ട് അവരെ കണ്ടന്റ് ആക്കാൻ പോയിട്ടല്ലേ അവരൊരു പദ്ധതി പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്ന് എല്ലാണോ പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തു കിട്ടോ, കരഞ്ഞ് തകർക്കുന്നുണ്ട്. ഏതായാലും മോശമായിട്ടില്ല, ഇതും കൊള്ളാം കേട്ടോ, നല്ല ബ്ലണ്ടറായിരുന്നു, സൂപ്പറാ. ഇതിന്റെ ഇടയ്ക്ക് കൊച്ചു വന്നിട്ട് തലയ്ക്കൊരു തട്ട് കൊടുത്തെന്നാണ് തന്ത പറയണത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സ്വയം പ്രൗഡാണ്, ഞാൻ അടിക്കത്തില്ല, എൻ്റെ പെണ്ണുമ്പിളെ ഞാൻ അടിക്കത്തില്ല, പിന്നെ എന്തരാ ഉപകാരം ചെയ്യാണ് ആൾ. ഞാൻ അടിച്ചിട്ട് എൻ്റെ പെണ്ണുമ്പിളെ കരയത്തില്ല. ഭയങ്കര ക്രെഡിറ്റോടുകൂടി പറയണതാ. അയ്യോ, ക്രെഡിബിലിറ്റിയുടെ ലെവലേ. പെട്ടെന്ന് വന്നു കേട്ടോ കുണുക്കിയെ പറ്റി ഒന്നും വിവരിക്കാനായിട്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത്, പടത്തോനെ 2 എണ്ണത്തിനെ പറ്റി വിവരിച്ചിട്ട് രണ്ട് വഴിക്ക് പിന്നെ കുണുക്കിയാണ് അടുത്തൊരു പ്രതീക്ഷ. കുണുക്കിയും പോവും, അതാണ് ചിന്ത മുഴുക്ക. അത് ശരി, മറ്റേ കൊച്ചിന് ക്യാൻസർ ആയിരുന്നു, ഈ കൊച്ചിന് കിഡ്നിക്ക് ലിവറിനും ഒക്കെ ആയിരുന്നു പ്രശ്നം. അതെന്താ നിന്റെ വീട്ടിലുള്ള കൊച്ചുങ്ങൾക്ക് മൊത്തം അങ്ങയുടെ അസുഖങ്ങളാണല്ലോ. ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഉള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ ആരുടെയെങ്കിലും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം പറയരുത് കേട്ടോ. മക്കളല്ലേ, ഒന്നുമില്ലേലും. തെളിവുണ്ട്. അപ്പൊ ശരിയായിരിക്കും. ആ പീഡിയാട്രീഷ്യന്റെ കാര്യത്തിൽ തെളിവുണ്ട്. ലാക്ടോജൻ കലക്കി കൊടുക്കുന്ന കണക്കാ അടുത്തത്. അതെന്താണെന്നറിയാമോ? അത് ഇതും കൂടെ ശരി മിക്സ് അല്ലാത്തത്. എടി പൊന്നെ മോളെ, ഞാനൊക്കെ എന്ത് ചെയ്യുന്നറിയാം, കഞ്ഞ വെള്ളത്തിൽ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് വാങ്ങിക്കാൻ കാശിന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ പലരും പലതും ഒക്കെ ചെയ്യും. കൊച്ചുങ്ങൾക്ക് എങ്ങനെയും ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. നേരെ ചെറിയ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളത് നല്ലപോലെ വേവിച്ചിട്ട് അരച്ചു കൊടുക്കും, കുറുക്കെന്നും പറഞ്ഞിട്ട്. ഇപ്പം ഉള്ളവരുള്ളതുപോലെ കൊടുക്കും, ഇല്ലാത്തവരില്ലാത്തപോലെ കൂടെ. അതൊക്കെ ഒരു കണക്കാണോ? നിങ്ങൾ സൂഹിക്കാതെയാണോ ആ കൊച്ചുങ്ങളുണ്ടായത്? അന്നേരം അവർ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി തള്ളാനായിട്ട്. അത് 1, 2, 4 പേര്. ഇതായിരുന്നു പണി. നമുക്ക് ഏകദേശം മനസ്സിലായി. ഒരിളക്കവും കുത്തിക്കഴപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ആ കൊച്ചുങ്ങൾക്കാണ് കുറ്റം. കഷ്ടം തന്നെ. പലിശക്ക് എടുത്തിട്ട് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്നു. ഗൾഫിലും പലിശയൊക്കെ ഉണ്ടാകും. ഇയാൾ ഗൾഫെന്ന് തന്നെയല്ലേ പറഞ്ഞേ? പലിശക്കാർ ഗൾഫിലും ഉണ്ടേനും. എനിക്കറിയത്തില്ല. കരയരുത്. നല്ല ബുദ്ധിയും ബോധമുള്ള നല്ലൊരു തള്ളയായിരുന്നെങ്കിൽ ഒരു പശുവിനെ വാങ്ങിക്കണമായിരുന്നു. ഒരു പശുവിനെ ആട്ടിനെയൊക്കെ വളർത്തിയിട്ടാണ് കൊച്ചുങ്ങളെ വളർത്തുന്നത്. ആട്ടിൻ്റെ പാല് ബെസ്റ്റാ, ലാക്ടോജനൊന്നും ഒന്നുമല്ല. ആട്ടിൻ്റെ പാലാണ് ബെസ്റ്റ് പിള്ളേർക്ക് കൊടുക്കുക. ഇച്ചിരി പോലും എന്താ ചെയ്യണം, വെളുത്തുള്ളിയും കൂടെ അതിനകത്തിടും. നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ എൻ്റെ മൂത്ത കുട്ടിക്ക് കൊടുത്ത ആട്ടുംപാല് തന്നെയായിരുന്നു അസാധ്യം. അത് തന്നെ കൊടുക്കുക. ഇത് തിളപ്പിക്കുമ്പോൾ ഇത്തിരി പോലെ വെളുത്തുള്ളി അതിനകത്തിട്ടങ്ങ് തിളപ്പിക്കും. അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ ഉമ്മച്ചിമ്മ പറഞ്ഞു തന്ന ഐഡിയ. എന്നിട്ട് അതങ്ങോട്ട് കുപ്പിക്കകത്ത് അടച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും. അന്താ എനക്ക് പാലൊന്നും ഇല്ലായിരുന്നല്ലോ. കാണുമ്പോൾ നല്ല ഉഷാറാണല്ലോ, എന്നിട്ട് പാലൊന്നും ഇല്ലാനും. ലാക്ടോജനൊക്കെ കലക്കി കൊടുക്കുന്നത് പാലില്ലാത്തവരല്ലേ? അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ സിസ്റ്റം എന്താ നമുക്കറിയത്തില്ല. എന്ത് വേണ പറഞ്ഞ പണ്ടാരം. നീ കൂടുതലൊന്നും എനിക്ക് ദാരിദ്ര്യം പറയാൻ അറിയത്തില്ല.
നല്ല സൂപ്പർ ദാരിദ്ര്യമാണ് പറയുന്നത്, നല്ല ഹൈലൈറ്റഡ് ദാരിദ്ര്യമാണ്. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും ഇത് മുഴുക്ക ഫേക്ക് ദാരിദ്ര്യമാണ്. അല്ലാത്തവർക്ക് ഒന്നും പറയാനില്ല. സമ്പാദ്യം മൊത്തം അതായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 ചെവിക്ക് വലിയൊരു ഓപ്പറേഷൻ റോയൽ ഹോസ്പിറ്റലായിരുന്നു, വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് എനിക്ക് കാലം ഒരു 2-3 ലക്ഷത്തോളം ഒരു കാലം ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെന്താ ഓപ്പറേഷൻ ഓർമ്മ. പിന്നെന്താ അടുത്ത ചോദിക്കുന്നു, 2 ചെവിക്ക് ഓപ്പറേഷൻ, 2 ചെവിക്ക് ഒന്നിച്ച് ഓപ്പറേഷൻ. അതെന്ത് പറ്റി? 2 കൈക്ക് ഒന്നിച്ച് ഓപ്പറേഷൻ. അതെന്ത് പറ്റി? കാലിന് ഓപ്പറേഷൻ. കൈ, കാല്, ജനം എന്തോ 2, 4, 6, ബാക്കി 4 എവിടെയായിരുന്നു? എന്തെങ്കിലും ആയിട്ട് മൊത്തം 10ന്റെ കണക്ക് പറയുന്നുണ്ട് കേട്ടോ. അത് ഇനി എവിടെയാണോ എന്തരാണോ എന്തോ. ഇപ്പൊ ഒരു 10 ഓപ്പറേഷൻ എന്റെ ശരീരത്തിൽ കഴിഞ്ഞിട്ട് ഈ 10 ഓപ്പറേഷൻ എനിക്ക് എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു രൂപ തരാറില്ല. അതിന് അച്ഛൻ മരിച്ചില്ല, അമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ. അവര് പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? മാത്രമല്ല നിങ്ങളുടെ അല്ലേ അമ്മ, നിങ്ങളിതേ ഉടായിപ്പാണെങ്കിൽ പിന്നെ പറയണം. അമ്മയില്ലേ? അച്ഛനും അമ്മയും ഇല്ല അത്ര, പിന്നെ വീട്ടിൽ നിന്ന് ആര് തരണം? അച്ഛനും അമ്മയില്ലേ? അതിപ്പോ ഒരു പ്രസവമൊക്കെ ആണെങ്കിൽ അവർ നോക്കി, ഇത് 3ഉം 4ഉം ഒക്കെ പെറ്റ് അവരെന്ത് ചെയ്യൂടെ അപ്പി? ഇതൊരു കൺട്രോളൊക്കെ വെക്കേണ്ടിരുന്ന കുടുംബാസൂത്രണമൊന്നും കണ്ടില്ലായിരുന്ന? 90 സ്വർണം വേറെ ഇടണമായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല പാൽപ്പൊടിയോ പഞ്ചാരയോ കിട്ടിയിരുന്ന കംപ്ലൈന്റ് ആയിരുന്നു, സ്വർണം കൊടുക്കാത്തതിന്റെ കംപ്ലൈന്റ് അടുത്ത്. ഭർത്താവിന്റെ വീട്ടിൽ എന്തൊരു നാണക്കേട്? അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ അവർ കെട്ടിക്കൊണ്ടുവന്നത്. അതിലെന്ത് നാണക്കേടായിരിക്കുന്നത്? അതാണ് പറഞ്ഞത്. അനക്ക് ഈ നാണക്കേടുണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അനക്കൊരു ജോലി ഇല്ലാത്തോണ്ടാ. അതല്ലേ ഞാൻ പറയുന്നത്. പെൺകൊച്ചുങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ എന്തിനു നാണം കിടണം? നിങ്ങൾ സമ്പാദിക്കണം. ഇപ്പം നിനക്കൊരു മാല വാങ്ങിച്ചു കൊടുക്കണം കൊച്ചിന്, നിനക്ക് ജോലി ചെയ്താൽ നിനക്ക് പൈസ കിട്ടൂലേ? നിനക്ക് അത് വെച്ച് കൊച്ചിന് മാല വാങ്ങിച്ചു കൊടുത്തു. ഇവരെ സംസാരം കേട്ടി എൻ്റെ സംസാരം എൻ്റെ തിരുവനന്തപുരമേ ഞാൻ മറന്നുപോയി. എന്തുട്ടാണ് കല്യാണി നീ ഇരുന്ന് ഈ പറയണത്? കളപറിക്കലോ കളപറിക്കല്, കിളപറിക്കലോ കിളപറിക്കല് തന്നെ മൊത്തത്തി എന്തോരോ എന്തോ. കരയാതെ. കിഡ്നി ലിവറും പൊന്നൂനല്ലേ വന്നിട്ടുണ്ടായിരുന്നത്? നിനക്ക് വയ്യാണ്ടോന്ന്? അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ 2 പേർക്ക് കിഡ്നി ഇല്ല, ലിവറും ഇല്ല. പ്രശ്ന ഇത്രയും മരുന്നൊക്കെ വാരി തിന്നുന്ന എന്തിനാ? എൻ്റെ കിഡ്നിയും ലിവറും ഒന്ന് പരിശോധിക്കണം. 4-5 കൊല്ലമായിട്ട് ഞാനും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടേ. നല്ല ആയിട്ടുണ്ടാവും. ശിവനെ നാളെ തന്നെ പോകണം അങ്ങോട്ട് ആശുപത്രിയിലേക്ക്. കരയാതെ. ഇതാണ് കുഴപ്പം. 3 രൂപയുള്ളൂ. ഇതുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയാൽ മതി, സർവത്ര ടെസ്റ്റും ഫ്രീയാ. 3 രൂപയുള്ളൂ ടോക്കൺ മണി. പിന്നെ ഒരു കാര്യമുണ്ട്, വെട്ടവെളുപ്പിന് എഴുന്നേറ്റ് പോകണം. മൂലത്ത് ഈ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങിയാൽ പറ്റൂല, വെട്ടവെളുപ്പിനെ പോകണം. ഞാൻ പിന്നെ അവിടെ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ ടോക്കൺ എടുത്ത് വെക്കും. പിന്നെ ഒരു 10-12 മണിയാകുമ്പോൾ പയ്യെ തള്ളിക്കൊണ്ട് ചെല്ലും. 3 മണിയാകുമ്പോഴേക്കും വിളിക്കും. എന്നാലും ടെസ്റ്റൊക്കെ ഫ്രീ ആണോ? 3 രൂപയുള്ളൂ. പല്ല് വരെ എടുത്തു തരും. നമ്മൾ പുറത്തുനിന്ന് പല്ലെടുക്കണമെങ്കിൽ 3000 രൂപയാവും. പക്ഷെ അവിടെയാണെങ്കിൽ 3 രൂപയ്ക്ക് പല്ലെടുത്ത് തരും. പോരെ, അടിച്ചെടുക്കുമെന്നല്ല പറഞ്ഞ. ഐ മീൻ ഈ അല്ലേ വേണ്ട. നീ ഈ സുധർമ്മയിലും അമൃതയിലൊക്കെ കൊണ്ട് കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയിക്കൂടെ? ഇത്രയും പിള്ളേർ, ഇത്രയും കുട്ടി, ഇത്രയും പ്രാരാബ്ദം ബുദ്ധിമുട്ടുള്ള എനിക്ക് ഗവൺമെന്റ് ആശുപത്രി പോയിക്കൂടെ? ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇതിനൊക്കെ അല്ലേ? ഇതാണ് പറഞ്ഞത്, പഠിത്തമില്ലാത്തതിന്റെ കുഴപ്പമാണ് ഇത്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ബോധം വരും. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അവൈലബിൾ എവിടെയാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ടാണ് നിനക്ക് ഈ പൊതുബോധം ഇല്ലാതെ പോയത്. കഷ്ടപ്പന്നെ. കരയാതെ. 13,000 രൂപയാ ബ്ലഡ് ടെസ്റ്റിന്. പണ്ടാറക്കാലം. സുധർമ്മ ഹോസ്പിറ്റലാണോ? ഒരു മനുഷ്യര് പോരുത് കേട്ടോ. യുജാതി 13,000 രൂപ ബ്ലഡ് ടെസ്റ്റിന്. അത് പോയിന്റ് ആണല്ലോ. അപ്പൊ അനക്ക് ഇവിടുന്ന് കാശ് കിട്ടി 13,000 രൂപയ്ക്ക് ടെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ട്. മൊത്തം അങ്ങോട്ട് താലിയാവുന്നില്ലല്ലോ. അത് വെയിറ്റോ ഇങ്ങനെ ഒരു പരമ്പഴിങ്ങി ആയതുകൊണ്ട് 3ാമത്തതും അനക്ക് ഇങ്ങനെ തന്നെ പണി തരും. ഇത് പ്ലാനഡ് മർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജഡ്ജ് സമ്മതിക്കാത്തടത്തോളം, കുറ്റസമ്മതം സമ്മതിക്കാത്തടത്തോളം നമുക്ക് കുറ്റപത്രം കൊടുക്കാനാവത്തില്ല.
അതുകൊണ്ട് നമ്മളിത് ആത്മഹത്യയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കൊലപാതകമല്ല, ഇത് ആത്മഹത്യ തന്നെ. പോരെ, നിങ്ങൾ എല്ലാം കൂടെ പ്രീ പ്ലാനഡ് മർഡർ ആയിരുന്നു നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നത് നിങ്ങളും അംഗീകരിക്കണ്ട. നമ്മൾ തോൽവി സമ്മതിച്ച്, ഞാൻ സമ്മതിച്ചു. ചു പറഞ്ഞ കണക്ക് ഓളിറങ്ങിപ്പോയത് തന്നെ. പോരെ, കോമഡി. എന്തായാലും എന്ത് വന്നാലും ശരി. എങ്കിലും കുഴപ്പമില്ല. പിന്നെ സത്യമാണ് ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സിൽ അങ്ങനെ ശരിയാണെങ്കിലും നിന്റെ ഇപ്പൊ അതുപോലെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെയാണ് എന്റെ കാരണക്കാര്. ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദി. അല്ലാണ്ട് വേറൊരു കാരണം എങ്ങനെ മരിക്കണം മനസ്സ് വെന്ത് അറ്റാക്ക് അടിച്ചാൽ നിങ്ങളോ ഓരോരുത്തരുടെ തയ്യാറായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാത്തിനും തെളിവും നടന്നിട്ടുണ്ട്. എല്ലാത്തിനും തെളിവും മനസ്സിലായോ? സ്വർണ്ണം എടുക്കാനുള്ള ആളെ വിളിച്ചതും കാര്യമൊന്നും എല്ലാത്തിനും തെളിവുണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് ഇനി അവരാരും ക്രൂശിക്കരുത്. മാത്രമല്ല, എനിക്കെതിരെ കേസൊന്നും കൊടുക്കല്ല. ഞാൻ സത്യമായിട്ട് നിങ്ങൾക്കൊപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പേര് എഴുതി വെക്കരുത്. ബാക്കി എല്ലാ യൂട്യൂബേഴ്സിൻ്റെ പേര് എഴുതി വെക്കണം. പ്രത്യേകിച്ച് അതുലിൻ്റെ പേര് എഴുതി വെക്കണം. അവനെത്തി കുഴപ്പം കൂടുതല. അവൻ്റെ പേര് എഴുതി വെക്കണം. തർക്കം വേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്കൊപ്പമാണ്. എൻ്റെ പേര് എഴുതല്ലേ ദയവ് ചെയ്തിട്ട്. പള്ളി ഇനി ഇവരെങ്ങാണ് എന്തെങ്കിലും അവിവേകം കാണിച്ചില്ല, പേടിക്കണ്ട. ഇവരങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇവരങ്ങനെ ഒരു അവിവേകം കാണിച്ചാൽ മറ്റേ രണ്ടെണ്ണത്തിന് അതൊരു കണ്ടന്റ് ആയിരിക്കും. ഏത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയും ചെയ്ത് ചിലപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കിക്കളെ. എന്ത് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കും. അച്ഛനും അമ്മയും ഒരു സുഖവും അറിഞ്ഞിട്ടില്ല, അത് പോളൂ. നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ സുഖം അറിഞ്ഞതിൻ്റെ കൂടെയല്ലേ 4 വട്ടം എന്തായാലും സുഖിച്ചേ. അതിൻ്റെ ഉത്തരമാണല്ലോ 4 പിള്ളേർ. എന്തായാലും കൊള്ളാം, നല്ല തള്ള്. സാധാരണ അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന ഡയലോഗ് തന്നെയാണ് ഇത്. ഞാനും ഇവിടെ പറയാറുണ്ട്. കഷ്ടപ്പെട്ട് അങ്ങനെ ഇങ്ങനെ പ്രസവിച്ചെന്നൊക്കെ നമ്മളും പറയാറുണ്ട്. നല്ല ഡയലോഗ്, സൂപ്പർ കോമഡി. നമ്മുടെ തെളിവിന്റെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാ നിങ്ങൾക്കും പറഞ്ഞുകൂടെ അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കിക്കൂടെ? ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 2 വസ്തു വിൽക്കാനൊക്കെ വന്നല്ല, വസ്തു വാങ്ങിക്കാൻ വന്ന് നിൽക്കുകയാണെന്ന് പറയും. ഇനിയിപ്പോൾ വിൽപ്പനയൊന്നും വേണ്ടല്ലോ, മോൾ ഇറങ്ങിപ്പോയില്ലേ. ഇനിയിപ്പോൾ കുണുക്കിയ കണ്ട വളർന്നു വരുമ്പോഴത്തേക്ക് ഈ ഡ്രാമ വീണ്ടും കാണിച്ചാൽ മതി. അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, ഈ ഒരു കല്യാണ നാടകം കാണിക്കാൻ ഒരു 4-5 ലക്ഷം രൂപ ഈ മാസം എന്തായാലും കയറും. ഈ ഏകദേശം സെറ്റപ്പായി. നടക്കട്ടെ. നമ്മുടെ വിഷമം കണ്ടിട്ടാവും ചിലപ്പോൾ വസ്തു മേടിക്കണം. അവർക്ക് ചിലപ്പോൾ വസ്തുവിന്റെ ആവശ്യം ഉണ്ടായിട്ടാവില്ല. നമ്മതിന്റെ ട്രോളന്മാരെ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിട്ട് ഇരിക്കണം. ഇട്ടോളത് എന്തിട്ടാലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം ആയിട്ടാണ് ഞങ്ങൾ അല്ലാതെ നിങ്ങളുടെ ആൾക്കാർ. അതിനിപ്പോ നിങ്ങൾ 2 പേരാണ്. അവൻ മറ്റേ 2 പേരെ വിട്ടോ. 2 കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കും. സത്യാവസ്ഥ അറിയാണ്ടുള്ള കരയല്ലേ? അതൊന്നുള്ളൂ. സമയം കിട്ടാഞ്ഞിട്ടാണോ 4 പേര്? ചുമ്മാ പുളൂസ് അടിക്കല്ലേ? എന്തുവാ അതുള്ളേ? 4 വട്ടങ്ങൾ നല്ലപോലെ സൂചിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കള്ളത്തരേ പറയാം, പുളൂസ്. പൊട്ടത്തന്തയും പൊട്ടത്തള്ളയും കൂടെ അതിനകത്ത് തന്നെയാണ് എല്ലാവരെയും കൊണ്ടിട്ട് ഉണ്ടാക്കിയിരുന്നെന്നാ പറയണേ. എന്നിട്ടും എങ്ങനെ സാരമില്ല, എന്തെങ്കിലും ആവട്ടെ. എനിവേ, ഏതായാലും നാടകത്തിന് ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുണ്ട്. ഇനി തുടരെ നമുക്ക് പഴുതും കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോയി. ഏതായാലും ഇതിനെ പക്ഷേ വിഷമത്തോടെ ഇന്നിപ്പോൾ ഇത്തിരി വിഷമത്തോടെ ഇരുന്നത് കൊണ്ട് ഇത് നാക്ക് നല്ലപോലെ കെട്ടാതെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തുടർന്നും ഇതുപോലെ കെട്ടാതെ പറയണേ. ഞാൻ നിങ്ങളുടെ പ്രേക്ഷകയാണ്. എനിക്ക് ഈ മണ്ടത്തരം കാണാൻ നല്ല രസമാണ് കേട്ടോ. സത്യം പറയാമല്ലോ, ഇജ്ജ് ഭയങ്കര സുന്ദരിയാണ്. അതിനകത്ത് ഒരു തറവുമില്ല. അടിപൊളി ലുക്ക. അതേപോലെ തന്നെ പിള്ളേർ കിട്ടുക്കാച്ച്. പക്ഷെ ഇപ്പം ഇറങ്ങിപ്പോയ കുട്ടിയുണ്ടല്ലോ, അതിൻ്റെ സൗന്ദര്യം കൊള്ളൂല സത്യമായിട്ട്. അല്ല, എനിക്കിപ്പോൾ സുഖിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ കൊച്ചും പൊളിയാ, ആകമത്തെ സുന്ദരി കുടുംബ. പക്ഷെ എന്ത് ചെയ്യാം, മണ്ടയിൽ മാഫി ഹേ എന്ന് വെച്ചാൽ അത് ഓൻ്റെ കെട്ടിയവനോട് ചോദിക്കേ, അപ്പം മനസ്സിലാകും. ഓൻ പറഞ്ഞു തരും എന്താണതെന്ന്. മണ്ടയിൽ മാഫി മുക്ത ഹേ, മുക്ത മാഫി. അതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. ഏതായാലും ആൾ ദ ബെസ്റ്റ്. എന്നാലും എൻ്റെ അതുലെ, നിനക്കിത് എന്തിൻ്റെ കേടാണ് ചെറുക്ക? ഒരു കുടുംബത്തിന് ഇവർക്കെന്ത് സംഭവിച്ചാലും അതുലാണ് കുറ്റക്കാരൻ.
അതുലിനെ പിടിക്കണം കേട്ടോ. എന്നെ വിടണേ, എന്നെ പറഞ്ഞിട്ടില്ല കണ്ടോ, എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ട്. ബാക്കി എല്ലാത്തിനെയും കൂട്ടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽനോസ് പാട്ടയുടെ അടുത്ത് കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടാക്കാതെ നീ മേലിൽ അവരെ ഇൻസൾട്ട് ചെയ്യും. മനസ്സിലായോ? നീ ആദ്യം പോയി കല്യാണം കഴിക്കും, എന്നിട്ട് കൊച്ചുണ്ടാക്കും, എന്നിട്ട് അവരെ പോലെ കൊച്ചിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടും, കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും. എന്നിട്ട് നീ ശബ്ദിക്കണം. അല്ലാതെ നീ വിമർശിക്കാൻ ഇറങ്ങിയാൽ തള്ളെ നിൻ്റെ പേരെഴുതി വെച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്യും. വെറുതെ അനാവശ്യമായി പ്രശ്നത്തിൽ പോയി ചാടല്ലേ ഹെൽനോ പാട്ടയുടെ അടുത്ത് പറഞ്ഞില്ല എന്ന് വേണ്ട. അത്രേ എനിക്കും പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോടും അത്രയും പറയാനുള്ളൂ. അപ്പോൾ ശരി, പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.